എല്ലാ പ്രേക്ഷകർക്കും ലാലട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4-ാം ദിനവും കളക്ഷൻ റെക്കോർഡുമായി രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ കുതിക്കുകയാണ്. റീ റിലീസുകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഇത് രാവണൻ എഫക്ട്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പിന് കളക്ഷൻ റെക്കോർഡുമായി മുന്നേറുകയാണ്. തിയേറ്ററുകളിൽ ആരാധകരുടെ ആവേശ തിരക്കാണ് ഇതുവരെ അനുഭവപ്പെടുന്നത്. സിനിമയിലെ കിടിലൻ പാട്ടുകൾക്ക് ചുവടുകൾ വെച്ചും ലാലട്ടന്റെ കിടിലൻ പഞ്ച് ഡയലുകൾക്ക് ആർപ്പ് വിളിച്ചും 2-ാം വരവ് ആരാധകർ ആഘോഷിക്കുകയാണ് തിയേറ്ററുകളിൽ. രാവണപ്രഭുവിന്റെ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച മാത്രം 24 മണിക്കൂറുകൾ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത് 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് അപ്ഡേറ്റ് കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം 2,26 ലക്ഷം രൂപയാണ് രാവണപ്രഭു സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലും കേരള ബോക്സ് ഓഫീസിൽ 25 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന് കളക്ഷൻ നേടാൻ സാധിച്ചത്. ഇതോടെ ആദ്യ 4 ദിവസങ്ങൾ പിന്നിടുന്ന രാവണപ്രഭു കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 2,50,00,000 രൂപ പിന്നിട്ടിരിക്കുന്നു. ചിത്രത്തെക്കുറിച്ച് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ സെയിൽ മാത്രം 1 ലക്ഷം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്നലെ തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് വരെ ചിത്രത്തിന് ഷോ ഉണ്ടായിരുന്നു. ആ ഷോ പോലും ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടുന്ന കാഴ്ചയാണ് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. റീ റിലീസ് ചിത്രങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രവും ലാലട്ടന്റെ ദേവദൂതനാണ്. 4,25,00,000 രൂപയായിരുന്നു ദേവദൂതൻ കേരള ബോക്സ് ഓഫീസിൽ റീ റിലീസിലൂടെ സ്വന്തമാക്കിയത്. ആ ഒരു കളക്ഷൻ രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് മറികടക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലെ 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ചിത്രം മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സൂചനകൾ ബുക്ക് മൈ ഷോയിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം. അപ്പോൾ ഇന്ന് ആരൊക്കെ ചിത്രം കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.